ഗിരീശൻ എന്ന സാറിന്റെയും തല്ലുകൊണ്ട ദോഷം. ഞാൻ ഇറങ്ങി ഓടിയപ്പോ നീ എന്റെ പുറകെ ഓടിയില്ല. അന്ന് ഞാൻ മനസ്സിലാക്കി നീ എനിക്ക് പറ്റിയ ആളാണ്. മേലനങ്ങാതെ എങ്ങനെ പണിയെടുക്കണമെന്ന് ഈ ആംബ്രോസ് അച്ചായൻ നിനക്ക് പഠിപ്പിച്ചു തരും. നമുക്കൊരു ഹലോ ഇല്ല വിളിച്ചില്ല. അതെ ഞാൻ വരുവാ. ആപ്പീസർ രാവിലെ ആപ്പീസിലോട്ട് പോവായിരിക്കും. നീ എങ്ങോട്ടാടാ രാവിലെ? നീ പണിക്ക് പോവാൻ തുടങ്ങിയെന്നും പറഞ്ഞു എനിക്ക് പണിയെടുക്കാതെ ജീവിക്കാതിരിക്കാൻ പറ്റുമോ? നീ പോയാലും ഈ ആംബ്രോസ് അന്തസ്സായി ആളെ പറ്റിച്ച് ജീവിക്കും. നീ ഇല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ നിന്ന് വേറൊന്ന്. നീ ചെവിയെ നുള്ളിക്കൂടെ കാല് വരി. ശരത്താ എന്താണ് മീശ? ഞാൻ ചേട്ടാ 140 കുറഞ്ഞ പൈന്റ് 3 പിന്നെ ആഘോഷം 1 ലിറ്റർ, ലൂസിഫർ 1 ഫുള്ള്, മെൻഷൻ ബംഗ്ലാവ് 1 ലിറ്റർ, പിന്നെ 4 പൊന്മാമ്പിയർ. ബാലൻസ് കൊടുത്തോ? ഇത്രയും പെട്ടെന്ന് റെഡിയാ. താങ്ക് യു. ചേട്ടാ ഒരു പൈൻ്റെ എടുത്ത് ഒരു ഫുള്ളൊന്നും ഇല്ലാട്ടെ 3 ക്വാർട്ടർ തരാം. ഒരു 2 10 രൂപ പിടിച്ചോ. നീ ബാക്കി കഴിച്ചോ. കണ്ടോടാ, ഉച്ചവരെ ആയപ്പോഴത്തേക്കും ചുമ്മാ ക്യൂ നിന്ന് സാധനം മേടിച്ചുണ്ടാക്കിയ കാശായത്. എന്റെ ദൈവമേ, ബാറുകൾ പൊടിച്ചെന്ന് അങ്ങേക്ക് സ്തുതി. ചേട്ടാ ഇപ്പൊ നിന്നപ്പോ 2.5 ലിറ്റർ അങ്ങനെ പറ്റുള്ളൂ. കൗണ്ടർ എത്തുന്നതിന് മുമ്പ് 1/2 ലിറ്ററിനുള്ള കാശായിട്ട് ആംബ്രോസേട്ട് വരുന്നത് ഞാൻ വിചാരിച്ചു. ഇതൊന്നും അല്ല, വൈകിട്ട് 4 മണിയൊന്നും ആയിക്കോട്ടെ, ചാകരയായിരിക്കും ചാകര. നീ ആ മീശയൊക്കെ ശരി കൊട്ടിച്ചു വെച്ചേ. ഞങ്ങൾ ഒട്ടിച്ച് തന്നാ മതിയുടെ ആംബ്രോസേ. നീ എന്റെ ശിഷ്യൻ തന്നെ. അച്ചായോ, കാലത്ത് തൊടുപുഴ, വൈകിട്ട് കോട്ടയത്തെ മറ്റേ എസ്റ്റേഡിയിൽ. ഞാൻ ഒരു 6 മണിയാകുമ്പോൾ എത്താൻ രാവിലെ. ശരി, ഓക്കെ. ഇങ്ങി വാ. ഇന്നേ വരെ ബേബി ഒരാൾക്ക് ഒരു സാധനവും വെറുതെ കൊടുത്തിട്ടില്ല. അറിയാം. അതിൻ്റെ ഒരു കൊളുത്തി വലിയ നെഞ്ചതിനകത്തുണ്ടെന്ന് കൂട്ടിക്കോ. എന്നാലും സാരമില്ല ഡാവി. ഇതാ ഈ ഫോൺ ആ കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയല്ലയോ നീ നന്നാവാൻ തീരുമാനിച്ചേ. കൊടുത്തേക്ക്. എന്നാ കൊണ്ടുപോയി കൊടുക്കടാവേ. ചെല്ലേ. നാളെ മുതൽ നീ പണിക്ക് വരുവടാവേ. അല്ല, നിന്റെ കാര്യം കഴിഞ്ഞല്ലോ. വരും ബേബിച്ച. ഇതിന്റെ കാശ് ഞാൻ പണിയെടുത്ത് വീട്ടുകയും ചെയ്യും. നോക്കിക്കോ. എന്നാ ഞാൻ നിനക്കൊരു 100 രൂപ കുറച്ച്. Write it down. Camel is known as the ship of the desert. Camel is known as the ship of the desert. It is the major mode of transportation in desert, especially in Saudi Arabia. And listen here. Okay, let's continue. Common language is Arabic. Spider-Man. Riyadh is the capital of Saudi Arabia. Smile. The other major cities are Smile, Dammam, Jeddah. Smile. Okay, kids. That's all for today. Hope you have written it carefully. You'll be having a test next week. Tata. Arya, when is our next class? Ma'am, tomorrow 3rd hour. Tomorrow 3rd hour. ചേച്ചി വിഷമിക്കണ്ട, ഞാൻ ശരിക്കും അന്വേഷിച്ചു ചേച്ചി. അനിയനൊക്കെ ആളറിയാം. ഗിരീഷ് അത്ര ദുഷ്ടനൊന്നുമല്ല, ഇത്തിരി തരികിഴയാണെന്ന് മാത്രം അവൻ പറഞ്ഞേ. ദുഷ്ടനൊന്നും അല്ലായിരിക്കും, പക്ഷെ അവന്റെ വീട്ടിൽ പോയി കിടന്ന പെണ്ണിന്റെ തീറ്റയും കുടിയൊക്കെ. ഞാൻ ആ അമ്മയെ കാണാൻ പോയിരുന്നു. പുള്ളിക്കാരി ഒരു പാവാട്ടോ. പിന്നെ സനാതനല്ല എവിടെ പോയാലും. ശരിയാ, ഞാനുണ്ടല്ലോ. നീ മിണ്ടി പോരുത്. നീ ഒറ്റൊരുത്തിന് അവക്ക് വളം വെച്ചു കൊടുത്ത് ഈ അവസ്ഥയിലാക്കിയത്. എന്തായാലും മോളിപ്പം നല്ല ഹാപ്പിയാ.
So that's all for today. We'll continue detail in the next class. Attention students, an important announcement. സ്കൂൾ ആനുവൽ സ്പോർട്സ് മീറ്റ് അടുത്ത തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി നടത്തപ്പെടുന്നതാണ്. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ക്ലാസ് ടീച്ചറുടെ കൈവശം പേരുകൾ നൽകേണ്ടതാണ്. താങ്ക് യു. Okay, annual sportsന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ മാത്രമേ ഇവിടെ നിൽക്കുക. Others can leave. Ma'am, I am interested. Okay, come. And അപ്പൊ അതാണ് കാര്യം. PT സാറാണ് പ്രശ്നം. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ലോങ് ജമ്പിന് മെഡൽ കിട്ടണമെന്ന്. അവള് പേര് കൊടുത്തിട്ടില്ല. അവളുടെ പേര് ഞാൻ കൊടുത്തോളാം. ബട്ട് ആൻ വന്ന് ചാടണം. ആൻമരിയ മാഡം, നമുക്ക് ലോങ് ജമ്പിന് സമ്മാനം മേടിക്കണ്ടേ? അതിന് പേര് കൊടുക്കണ്ടേ? ഇല്ല, എനിക്ക് കിട്ടൂല. ഡേവിഡ് സർ ഫൗൾ വിളിക്കും. ഏഞ്ചലിന്റെ ബ്ലെസ്സിങ് കിട്ടിയ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. കക്കാടമല അത്ര ദൂരമൊന്നല്ലല്ലോ. ഞാൻ കൊണ്ടുപോവാ. ലോങ് ജമ്പിന് 1ാം സ്ഥാനം വേണമെന്ന്. അതും അവളുടെ അപ്പം മേടിച്ച പോലെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ. എനിക്കാണ് ആ PT സാറിനെ കാണുമ്പോൾ തന്നെ ഓടാൻ തോന്നും. എൻ്റെ കഷ്ടകാലത്തിന് ഞാനത് കയറിയേക്കുകയും ചെയ്തു. ഈ കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹീറോ അവരുടെ അപ്പനാ. അപ്പൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാൻ ഏത് കൊച്ചുങ്ങളും ആഗ്രഹിക്കൂടാവേ. അതിന് അതുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ എൻ്റെ മൂത്ത മോൻ സണ്ണിയെ കണ്ടിട്ടില്ലയോ? അവൻ്റെ മൂത്തൊരു മോളുണ്ടായിരുന്നു എനിക്ക്, സെലീന. അവൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു ദിവസം വീട്ടിൽ വന്നേച്ചും പറഞ്ഞു, സ്കൂളിലെ കലോത്സവത്തിന് ഒപ്പനയ്ക്ക് മണവാട്ടിയാവാൻ അവളെയാ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന്. ടീച്ചർമാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കൊച്ചിനെ കാണാൻ നല്ല ചേലായിരുന്നേ. അവളുടെ തള്ളയെ പോലെ. അപ്പം ഈ മണവാട്ടിയുടെ ഉടുപ്പിനും ചിലവിനും ഒക്കെ ആയിട്ട് ഒരു 100-300 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാൻ എടുത്ത വായല പറഞ്ഞു, കാശിലവില്ലാത്ത മണവാട്ടി ആവുന്നേ ആയാൽ മതിയെന്ന് പറഞ്ഞു. കൊച്ചു വാശി പിടിച്ച് കുറേ കരഞ്ഞു. അവളെ തള്ളയാവുന്നത് പറഞ്ഞു. ആ കൊച്ചു ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, നിങ്ങൾക്കൊരു 300 രൂപ കൊടുത്തൂടെയെന്ന്. ഞാൻ അന്നേ ഇറക്കീസാ. ഞാൻ കേട്ടില്ല. അവസാനം കലോത്സവത്തിൻ്റെ അന്ന് അവൾ കെറിവിച്ച് സ്കൂളിൽ പോയില്ല. അവരെല്ലാവരും കൂടെ അമ്മ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പോകുന്ന പോക്കിൽ ആ ഓട്ടോയിൽ ഒരു പ്രൈവറ്റ് ബസ് വന്ന് ഇടിച്ചു. ഒരു ദിവസം ബോധമില്ലാതെ എൻ്റെ കൊച്ച് ICU കിടന്നു. ഞാൻ ചങ്കം തല്ലി ഓടിച്ചെന്നു. എപ്പോഴോ ഓർമ്മ വന്നപ്പോൾ എൻ്റെ കൊച്ചെൻ്റെ കയ്യെ പിടിച്ച ചോദിക്കുക, പാപ്പാ 1 രൂപ തന്നിരുതേ, എനിക്കിത് വല്ലതും വരുമായിരുന്നോ എന്ന്. അത് പറഞ്ഞിട്ട് പിറ്റേന്ന് എൻ്റെ കൊച്ചു പോയടാവ്. അന്നുപോലെ ഞാൻ ഈ മുസ്ലിം കല്യാണങ്ങൾക്കൊന്നും വിളിച്ചാൽ പോവുകയല്ല. കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ വിളിച്ചാലും ഞാൻ എന്നായാലും പറഞ്ഞങ്ങ് ഒഴിവാവും. എനിക്ക് മണവാട്ടികളെ കണ്ടു നിൽക്കാൻ വലിയ പ്രയാസമാണ്. എൻ്റെ കൊച്ചു ഒരുപാട് ആഗ്രഹിച്ചതല്ലടാവേ ആ വേഷത്തിൽ ഒന്നിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. വലുതായ പിന്നെ ഈ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുകയല്ലടാവേ. അതുകൊണ്ട് ഈ കൊച്ചു പറയുന്നത് എന്നാന്ന് വെച്ചാൽ, നിന്നെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടു. അത് മെഡലാന്നേ മെഡല്, മാലാക എന്നേ മാലാക. പിന്നെ ഇപ്പം ആ കൊച്ചിന് ചാടാൻ പേടിയാന്നല്ലേ നീ പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പേടിയുള്ള കാര്യങ്ങൾ വേണം കൂടുതൽ ചെയ്യാൻ. എന്നാലേ ഒരു ധൈര്യം ഉണ്ടാവും. നീ പറ കൊച്ചിനോട്. മലമണ്ടയിൽ മാലാകേണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിട്ട് മാലാക വന്നില്ലെങ്കിലോ? ഇതാണോ ഇപ്പം എത്ര വലിയ കാര്യം? ഈ കൊച്ചിന്നേ വരെ മാലാകയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നീ ആരെങ്കിലും കാണിച്ച് ഇതാണ് മാലാക എന്ന് പറഞ്ഞ് ആ കൊച്ചിനെ കൊണ്ടൊന്ന് കൺവിൻസ് ചെയ്യിക്കാനാണോ അവിടെ പ്രയാസം?